നിങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു അവകാശവാദവുമുണ്ട്. എന്തായിരിക്കും റിസൾട്ട്? യാതൊരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് നേരിടുന്നത്. അതിനുള്ള കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പൊതുവെ തൃശ്ശൂർ ജില്ലയിലും ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം വികസനം നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആകാശപാത, അവിടെ ബസ് സ്റ്റോപ്പുകൾ തന്നെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ് സ്റ്റോപ്പുകളാണ്. യുനെസ്കോയുടെ ലേണിംഗ് സിറ്റി പട്ടികയിൽപ്പെട്ട 3 നഗരങ്ങളിൽ ഒരു നഗരം തൃശ്ശൂർ നഗരമാണ്. ഇവിടെ മാലിന്യത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ഇല്ല, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമില്ല. ഗ്രൗണ്ടുകൾ 3 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, ഒന്ന് പെലയുടെ പേരിലുള്ള വസൂരിപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് അതിമനോഹരമായ ഒരു ഗ്രൗണ്ട്, IM വിജയൻ്റെ പേരിൽ ഒരു മാലിന്യത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്ന ലാലൂർ ഒരു ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട്, അതിൻ്റെ പൗലിയൻ, സ്വിമ്മിംഗ് പൂള്, ബാസ്കറ്റ് ബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, വോളിബോൾ കോർട്ട്, അങ്ങനെ അത്യാധുനിക സംവിധാനങ്ങളോടെ ഒരു മാലിന്യത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഇന്ന് IM വിജയൻ്റെ പേരിൽ ഒരു സ്പോർട്സ് കേന്ദ്രമായി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങൾ വരുന്നുണ്ട്, കാത്ത് ലാബിൻ്റെ സൗകര്യമുണ്ട്. 4000 പേർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടി, ഹൃദയ സംബന്ധമായ അസുഖത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ആത്മവിശ്വാസം വലിയ തിരിച്ചടിയാവോ? ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു തിരിച്ചടിയും ഇല്ല. കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ ഒരു ചക്ക വീണ് മുയൽ ചത്ത ഒരേർപ്പാട് മാത്രമാണ് തൃശ്ശൂർ കോർപ്പറേഷനെ പറ്റി നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. എത്രയോ വർഷങ്ങളായി UDF മുന്നോട്ട് വെച്ചിട്ടുള്ള യാതൊരു വികസന മാതൃകയും തുടരാൻ കഴിയാത്തൊരു 10 വർഷമാണ് കടന്നുപോയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങി ആകാശപാത കാണാം. പക്ഷേ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ പരിധിയിലുള്ള കുഴികളിൽ വീണ് മരിച്ചത് 3 പേരാണ്. വെള്ളം ഉൾപ്പെടെ വൈദ്യുതി ഉൾപ്പെടെ ഇത് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന കോർപ്പറേഷനാണ്. അത് പിന്നെ UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ സ്വന്തമായി വൈദ്യുതിയും അല്ലെങ്കിൽ വെള്ളവും കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഇത് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി പദ്ധതിയൊക്കെ മാറ്റിപ്പണിത് പീച്ചിയിൽ നിന്ന് പൈപ്പിട്ട് ആ പൈപ്പിൽ കൂടി ചെളിവെള്ളം വരുത്തി കളിക്കുന്ന ഏർപ്പാടാണ് കഴിഞ്ഞ 5 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ഇപ്പോൾ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആക്ഷേപങ്ങൾ, ഹൈക്കോടതി ഈ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഗൗരവകരമായി പറയേണ്ടതാണ്. അത് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാതെ, കൃത്യമായി നടപ്പിലാക്കാതെ 2016 മുതൽ 24 വരെയുള്ള നികുതി ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച ആളുകളുടെ കുത്തിന് പിടിച്ച് ഇത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പിന്നെ അവരുടെ മേയർക്ക് പോലും വിശ്വാസമില്ല. ഞാനും ഇടതുപക്ഷവുമായുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ചു. അങ്ങനെയാ മേയർ പറയുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ നമ്മളെന്ത് പറയാനാണ്?